ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കണോ? സുഖമായിട്ടിരിക്കണോ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾക്ക് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. തണുപ്പ് തുടങ്ങിയെന്ന് പറയാൻ പറ്റില്ല, വിൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ചുമയും പനിയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇത് വൈകുന്നേരത്തെ ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. പിന്നെ നമ്മളെന്താ രാത്രിക്ക് ഉണ്ടാക്കണേ എന്ന കുറച്ചൊരു പ്രിപ്പറേഷൻസാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ നമുക്ക് പുട്ടും ചെറുപയർ കറിയാണ് കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പുട്ട് റെഡി ആയിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. പുട്ടിൻ്റെ കൂടെ ചായ ഉണ്ടെങ്കിൽ ഒരു ടേസ്റ്റാണ് നമുക്കൊന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ചു. അപ്പോൾ നമുക്കിന്ന് പുട്ടും ചെറുപയറാണ് കേട്ടോ വൈകുന്നേരത്തിന്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് നമുക്കിനി കഴിക്കാം. ഇനി കഴിച്ചതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി വർക്കുണ്ട്, തേക്കാനുണ്ട്. അതുപോലെ തന്നെ വെള്ളം നിറയ്ക്കാൻ, നാളേക്കുള്ള ബോട്ടിൽസ് നിറയ്ക്കാനോ അങ്ങനെ കുറച്ച് പണികളുണ്ട്. ബാഗ് റെഡിയാക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ദീപാവലിയുടെയൊക്കെ സ്വീറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ദിവാലി പിന്നെ നവരാത്രി അതിൻ്റെതൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വീറ്റ്സൊക്കെ മിക്ക ഷോപ്സിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഈ ഹൽവ. അപ്പോൾ ഭാവിക്ക് കുഞ്ഞ് പീസ് കൊടുത്തപ്പോൾ അവൾക്ക് വലിയ പീസ് തന്നെ വേണം, പറിച്ച് ഇങ്ങനെ പിച്ചി എടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മോൾ വരച്ച നല്ലൊരു ചിത്രമാണ് കേട്ടോ. അപ്പോൾ ഈ ചിത്രം എങ്ങനെയുണ്ട്, ഈ പിക്ചർ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഷർട്ടുകളും ഡ്രസ്സുകളും ടോപ്പുകളും യൂണിഫോംസും ഒക്കെ ഹാങ് ചെയ്യാണ്. മടക്കാൻ എനിക്ക് ടൈം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഹാങ് ചെയ്ത് വയ്ക്കും. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇടുന്നത് മാത്രമാണ് കേട്ടോ മടക്കി വയ്ക്കുക. സാധാരണ നമ്മൾ നേരെ തിരിച്ചാണ് ചെയ്യുക. പിന്നെ ഇതിപ്പോൾ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി 4 ടിഫിനിലാക്കിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ അതിന് കോമ്പിനേഷനായിട്ട് മാമ്പഴം തന്നെയാണ്. മാമ്പഴം നമുക്ക് മിക്ക ടൈമിലും കിട്ടാറുണ്ട്. അപ്പോൾ മാമ്പഴമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമാവണം. അപ്പോൾ അതുകൊണ്ട് മാമ്പഴം തന്നെയാണ് കേട്ടോ ഇപ്രാവശ്യം പാക്ക് ചെയ്ത് നോക്കണേ. ഞാനിത് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വയ്ക്കും. രാവിലെ എടുത്തിട്ട് നമ്മൾ മക്കൾക്ക് കുറച്ചുകൂടി പാലൊഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഞാൻ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് അവിടെ തന്നെ ഇത്തിരി പാല് ഉണ്ടാവും നമുക്ക് ചായക്ക്. അപ്പോൾ അതൊന്ന് കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കഴിക്കും കേട്ടോ. പിന്നെ ഇത് വൈകുന്നേരത്തിന് നാളേക്കുള്ള കറികളാണ്. അപ്പോൾ കായും ക്യാരറ്റും കൂടിയിട്ട് ഇങ്ങനെ ചാറായിട്ട് കുത്തി കാച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ളമായിട്ടുണ്ട്, ക്യാബേജാണ് കേട്ടോ നാളേക്ക്. ഇതിപ്പോൾ ഇന്ന് വൈകുന്നേരം കിടക്കുമ്പോൾ ഒന്ന് കുടിച്ചിട്ട് കിടക്കും. പിന്നെ രാവിലെ ബാക്കിയുള്ള ഞാൻ സ്കൂളിൽ കൊണ്ടുപോകും. ഇനി നമുക്ക് കുറച്ച് തേക്കാനുണ്ട്. അപ്പോൾ രണ്ടാൾ 2 ഹൗസാണ് കേട്ടോ. ഒരാൾ ബ്ലൂവും ഒരാൾ റെഡുമാണ്. അപ്പോൾ ഒരാൾക്ക് ഇന്ന് PT യൂണിഫോമാണ്, ഒരാൾക്ക് യൂണിഫോമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തേച്ച് വയ്ക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് സ്കിന്നൊക്കെ ഡ്രൈ ആവുന്നതിന് മക്കൾക്ക് തേച്ച് കൊടുക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ. ഡെർമ വീവോൻ്റെ ബോഡി ലോഷനാണ്. നല്ല മോയ്സ്ചറൈസിങ് ആണ്, അധികം സ്റ്റിക്കിയൊന്നുമല്ല. നമുക്ക് അപ്ലൈ ചെയ്താൽ ഡേ ടൈമിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല എന്താ പറയുക, ഓയിലി ഒന്നുമല്ല. അതിൻ്റെ ടെക്സ്ചർ നല്ല സ്മൂത്തുമാണ്. അപ്പോൾ ഇതൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നാട്ടിൽ നിന്ന് കൊടുന്നു കേട്ടോ. ഇവിടെ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊണ്ടതാണ്. ഡെർമ വീവോ ചെറുപ്പം തൊട്ടേ യൂസ് ചെയ്യുന്ന ഒരു ലോഷനും അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ക്രീമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ നല്ലപോലെ അബ്സോർവ് ആയിക്കോളും. ഞാനും ഇടയ്ക്ക് കൈമയൊക്കെ തേക്കാറുണ്ട്. പിന്നെ അപ്പോൾ ഈവനിങ്ങിൽ ഇത്രയൊക്കെയാണ് കേട്ടോ പണി. നമ്മൾ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കും, പിന്നെ നാളേക്കുള്ളത് തേച്ച് വയ്ക്കും, പിന്നെ വെള്ളം നിറയ്ക്കും, ബാഗ് റെഡിയാക്കും, പിന്നെ ക്രീമൊക്കെ തേക്കും, ലോഷൻ തേക്കും, അങ്ങനെ കിടക്കും. അങ്ങനെ നേരം വെളുത്ത് നമ്മുടെ ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, ഓൾറെഡി റെഡിയാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് ഇതേ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. ഇപ്പോൾ രാവിലെ 6 മണി ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കൊന്നുമില്ല, ട്രാഫിക്കൊക്കെ കുറവാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ല ട്രാഫിക്കായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അയയ്ക്കുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് അവയ്ക്ക് വാങ്ങിയൊരു ടോയാണ്. പുറത്ത് പോയപ്പോൾ അവൾക്ക് വാങ്ങിയൊരു പോലീസ് ബൈക്കാണ്.